പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വളരെ രുചികരമായിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ് ഈ ഒരു ചമ്മന്തി. ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി ഗ്യാസ് അടുപ്പിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്ത് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒരുപാട് അങ്ങ് ചൂടായി വരുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു 4ഓളം സാദാ വറ്റൽമുളകും 4ഓളം കാശ്മീരി വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് കോരി മാറ്റാം. എണ്ണ ഒരുപാട് ചൂടായി കഴിഞ്ഞിട്ട് മുളക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയൊരു ചൂടിൽ വെച്ച് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് കോരി മാറ്റാം. മുളക് ഒട്ടും കരിഞ്ഞു പോകരുത് കേട്ടോ, ചമ്മന്തിയുടെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും. ഇതിപ്പോൾ മുളകൊക്കെ ഇവിടെ നല്ല വറവായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മുളക് വറവായി വന്ന് കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ല് വരും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 8-10 അല്ലിയോളം ചെറിയുള്ളി തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി കൂടെ തൊലി കളഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതും കരിയാതെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു വലിയ സൈസിലുള്ള ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 5ഓളം അല്ലി എടുത്തതിന് ശേഷം ഒന്ന് പീസാക്കിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ചെറിയ സൈസിലുള്ള ചെറിയുള്ളി ആണെങ്കിൽ ഒരു 10 അല്ലി തന്നെ എടുക്കണം. ഇതും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാതെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും ഒന്ന് വറുത്തെടുത്ത് നമുക്ക് കോരി മാറ്റാം. കരിവേപ്പിലൊക്കെ പെട്ടെന്ന് വറവായി കിട്ടും കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ വറുത്തെടുത്തതെല്ലാം നമുക്ക് തണുക്കാനായിട്ടൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതേ എണ്ണയിലേക്ക് തന്നെ നമുക്കിനി 2 വലിയ ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ വഴണ്ടി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആദ്യം വറുത്തെടുത്ത ഇൻഗ്രീഡിയൻ്റൊക്കെ ഒന്ന് അരച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിത് അവിടെ ഒരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്തെടുത്ത മുളകിൻ്റെ ഞെട്ടെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലും എല്ലാം ചേർത്ത് കൊടുക്കുക. ശേഷം നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ടൊന്നും അരച്ചെടുക്കണ്ട, കുറച്ച് തരിതരിയോട് കൂടി അരച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് വഴണ്ടി വന്നാൽ മതി. ഒരുപാട് അങ്ങ് കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ അരച്ചെടുത്ത ആ മുളകിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ഉള്ളിയും ഈ മിക്സൊക്കെ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കണം. ഇതെല്ലാം ഒന്നങ്ങ് യോജിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം ആ ചാറ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലെ എണ്ണയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇപ്പോൾ ഇതിലെ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലെ ഉപ്പും എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയ്ക്ക് പകരം 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചമ്മന്തി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. എരിവും പുളിയും മധുരവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.